ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വാർത്തകളിലേക്ക് സ്വാഗതം. കുരുവട്ടൂർ വ്യാജസിദ്ധൻ കാണാമറിയത്ത്, അനുയായികൾ അങ്കലാപ്പിൽ. കുന്നമംഗലം. വ്യാജ ആത്മീയവാദവുമായി കടന്നുവന്ന് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളും സഞ്ചാരങ്ങളും നിഗൂഢതയിൽ. വിശ്വസിച്ച് കൂടെ കൂട്ടിയ അനുയായികൾ ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ അങ്കലാപ്പിൽ. ആത്മീയമായി നമുക്ക് മുന്നേറാൻ സമ്പത്ത് ആവശ്യമാണെന്നും മാർബിൾ വജ്ര ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും വൻ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടികളുടെ തട്ടിപ്പാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് പലരും വീടും സ്ഥലവും സ്വർണവും വിറ്റും പണയം വെച്ചും ഓരോരുത്തരും ലക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. വീടും സ്ഥലവും വിറ്റവർ വാടക വീടുകളിൽ നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ പ്രയാസപ്പെട്ടു കഴിയുകയാണ്. പണയം വെച്ച ചിലരുടെ വീടും സ്ഥലവും ഇതിനോടകം ജപ്തി ചെയ്തു കഴിഞ്ഞു. ചിലരുടെ നിരന്തരം നോട്ടീസ് വന്ന് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടെ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാസ്മരിക വാക്കുകളിൽ വീണ് പണം കൊടുക്കാൻ മുക്കുപണ്ടം പണയം വെച്ചും സ്വർണം കളവ് നടത്തിയും വായ്പയായി സ്വർണം വാങ്ങി കബളിപ്പിച്ചും അനുയായികൾ തട്ടിപ്പ് നടത്തിയത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. പല അനുയായികളും കടക്കണിയിൽ വീണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ ഒളിവിൽ കഴിയുന്നവരുണ്ട്. ബിസിനസ്സിനെന്ന് പറഞ്ഞ് പറ്റിച്ച് കോടികൾ തട്ടിയ ഷെയ്ഖ് അനുയായികളെ തെരുവിലേക്ക് തള്ളി ബിസിനസ് ആവശ്യാർത്ഥത്തിന് പറഞ്ഞ് ദുബൈയിൽ ആഡംബര ജീവിതം നയിക്കുകയാണ്. വളരെ ചുരുക്കം ചില പ്രോഗ്രാമുകൾക്ക് നാട്ടിൽ വരുന്ന ഇദ്ദേഹം നാട്ടിലും രാജകീയ ജീവിതമാണ് നയിക്കുന്നത്. അനുയായികൾക്ക് പോലും ഇദ്ദേഹത്തോട് കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാൻ അനുവാദമില്ല. നിരന്തരം ഇദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ചില പ്രഭാഷകർ വഴി ആത്മീയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ഈ ലോകം മുഴുവനും നമ്മുടെ ഷെയ്ഖിന്റെ അധികാരത്തിലാണെന്നും കുറച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കാൽക്കീഴിൽ വരുമെന്നും പറഞ്ഞ് അനുയായികളെ വിശ്വസിപ്പിച്ച് നിർത്തുകയാണ് ഇദ്ദേഹം. ചില അനുയായികളും ചിലരുടെ കുടുംബങ്ങളും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് പുറത്തു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം മാരണം ചെയ്ത് നശിപ്പിക്കുമോ എന്ന ഭയത്താൽ മൗനം പാലിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ കുറെ കാലമായി സംശയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യം ഈ തട്ടിപ്പുകളെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ യാത്രകളെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ നടത്തണമെന്നതാണ്. ഇതിനിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJPയുമായി ഇവർ രഹസ്യബന്ധം സ്ഥാപിക്കുന്നതായും സംസാരമുണ്ട്. കേരള ന്യൂസ് ടുഡേ. അതെ, ഒരു മിനിറ്റ്. വട്ടത്താടിയും തൊപ്പി വേഷം കെട്ടലല്ല ഈമാന്റെ അടയാളം കൂട്ടരേ, നെറ്റിയിലുള്ള നമസ്കാരത്താഴമ്പല്ല വിശ്വാസിക്കടയാളം കൂട്ടരേ. അതെ, ഈ പാട്ട് പാടാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാ കാണണ്ടോ? ശ്രദ്ധിച്ചോ? സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേര് അസ്ഹനിയാണ്. അസ്ഹനി. ഇയാൾ പറയുന്ന വാക്ക് കേട്ടാൽ നമുക്ക് തന്നെ അതൊരു നാണക്കേട് തോന്നും. ഒരു താടിയൊക്കെ വെച്ച് തലകെട്ടൊക്കെ വെച്ച് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കണ ചില ആളുകളാണ് ഇവർ. ഇവരെ തിരിച്ചറിയേണ്ടത് സമുദായമാണ്. ഇവരൊക്കെ കണ്ടിട്ടാണ് സമുദായത്തിനെ മറ്റുള്ള ആളുകൾ പഠിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? AP ഉസ്താദ് എന്ന് പറയുന്നത് അതൊരു മഹാനായ വ്യക്തിയാണ്. അതാരും അദ്ദേഹത്തിന് കുറച്ച് കാണിച്ചാൽ കുറച്ച് കാണൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമിക ദർശനാണ്. അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോരാണ്. മർക്കസ് ഒന്ന് പോയി കാണണം, അവിടെ എന്താ നടക്കുന്നത് എന്ന് അറിയണം, എന്നിട്ട് വിലയിരുത്തണം.
എന്നിട്ട് AP ഉസ്താദിനെ കുറ്റം പറയാൻ കഴിയോ? ആർക്കെങ്കിലും കഴിയോ? AP ഉസ്താദിൻ്റെ 10,000 ശിഷ്യന്മാരാണ് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇറങ്ങിപ്പോണം. 10,000 ശിഷ്യന്മാർ. അവർ ഈ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ് AP ഉസ്താദിൻ്റെ ശിഷ്യന്മാർ. നല്ല വിദ്യാഭ്യാസം, മതപരമായ കാഴ്ചപ്പാട്, സാമൂഹ്യ സേവനം, അങ്ങനെ ഒരു സമൂഹത്തിനെ സമുദായത്തിൽ നിന്നും നല്ല ഒരു മനുഷ്യ സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ് AP ഉസ്താദ് ചെയ്യണത്. AP ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നുള്ള മഹത്തായ സന്ദേശം ഉണ്ടല്ലോ, അത് വളരെ കറക്റ്റാണ്. അതിന് മറ്റുള്ള ആളുകൾ താടിയും തലയെക്കെട്ടും തൊപ്പിയൊക്കെ വെച്ച് ഇസ്ലാമിക വേഷവിധാനത്തിൽ ഈ സമുദായത്തിനെ താറടിച്ച് കാണിക്കാൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ കാശ് മേടിക്കണത്? നിങ്ങളുടെ സംഘടനയും പേരോടും ഈ പറഞ്ഞ നേതൃത്വവും കണ്ണീർ കുടിപ്പിച്ച മനുഷ്യരെത്രേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുരുവട്ടൂർ തരീഖത്ത് നൗഷാദ് ഹസനി, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പിഴച്ചുപോയ തരീഖത്ത്, അങ്ങനെ വേണം പറയാൻ. ഈ ചങ്ങാതി ഇങ്ങനെ ഓരോ പ്രഭാഷണത്തിലൊക്കെ പോകലുണ്ട്. ഇങ്ങനെ പോസ്റ്റ് കാണാം, നാളെ ഇന്ന സ്ഥലത്ത്, ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത്. അവിടെയൊക്കെ പോയിട്ട് എന്താ പറയുന്നത്? ദീൻ പറയാൻ പോകല്ല, AP കുറ്റം പറയാൻ പോവാണ്. AP ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും അവിടെ പോവുക, മൈക്കിൽ നായ്ക്കൾ കുരയ്ക്കണ പോലെ എന്ത് ചെയ്യുക, അതിൻ്റെ കാരണങ്ങളും തെളിവുകളൊക്കെ ഓനെന്നെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയാം ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഇത് പുറത്തു വിടണോ, അന്നെന്തോ ഭീഷണിപ്പെടുത്തിയെന്നോ വധശ്രമത്തിന് ശ്രമിച്ചു എന്നോ അതിന് ചർച്ച ചെയ്തു എന്നോ, തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നല്ല ഗീർവാണം മുഴക്കിയത്, പുറത്തു വിടണോ. എന്നിട്ട് AP ഉസ്താദിനെയോ പേരോട് ഉസ്താദിനെയോ ഏതെങ്കിലും സക്കാഫിമാരെയോ ജാഗ്രതാക്കാൻ പറ്റുമോ നോക്ക്, എന്നെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമോ നോക്ക്. ഒരു ചുക്കും കഴിയില്ല എന്നെക്കൊണ്ട്. കാരണം എന്താ അറിയോ, ഇജ്ജ് പറയുന്നേ ഹക്കല്ല, ദീനല്ല. ഇജ്ജ് പഴച്ചു പോയത് കൊണ്ട് AP വിഭാഗത്തിൽ നിന്ന് ഈ ഇറങ്ങിപ്പോയതല്ല, അന്നെ എങ്കിലാ പറഞ്ഞെന്ന് പറഞ്ഞാണ്, പുറത്തു എന്ന് പറഞ്ഞാണ്. അതിൻ്റെ ദേഷ്യവും വാശിയും വൈരാഗ്യമല്ലേ ഇങ്ങനെ സ്റ്റേജ് മൂലം കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? കേരള യാത്ര അതങ്ങോട്ട് കൊണ്ടുപോലേ. എൻ്റെ പൊന്നാര ചങ്ങാതി, ഒന്ന് നന്നായി കൊണ്ടു. വെറുതെ പണ്ഡിത വേഷവും തെറ്റിയിട്ട് തൊപ്പിയും താടിയും ചുപ്പിയൊക്കെ ഇട്ടിട്ട് മൗലിയക്കന്മാരെ പറയിക്കാൻ ആശ്ചര്യമാണ്. പഠിച്ചതൊക്കെ തലയിലായിട്ട് പോയി പഠിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ വേറെ ടീമുണ്ട്, ഈ പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടേ. അള്ളാനി മടവൂട്ടിയും കണ്ടാൽ തിരിച്ചറിയാത്ത കഴിവില്ലാത്ത ഒരു പടിജാഹില്, നല്ലൊരു വലിയൊരു തലപ്പൊക്കെ കെട്ടിയിട്ട് മീശയൊക്കെ പഠിച്ച് എങ്ങനെ താടിക്ക് എന്തായാലും ചങ്ങനെ പേരറിയില്ല, പാട്ടൊക്കെ പാടി നടക്കണ ഓരൊക്കെ ഈ വകുപ്പിൽ പെട്ടാണ്. കുരുവട്ടൂർ തരീഖത്ത് പടിജാഹിലിങ്ങൾ, ദീനും ദുനിയാവും അറിയാത്ത കുറെണ്ണം തൊപ്പിയും കുപ്പായി ഇട്ടിട്ട് അങ്ങോട്ട് അറിയിക്കാം. ഈറ്റകളൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുന്ന ഓരോ പോയിട്ട് ആദ്യം പോയിട്ട് അടിക്കണം. വിവരമില്ലാത്ത കുറെ ടീമുകൾ. ഏതായാലും എൻ്റെ പണി നടക്കട്ടെ. എന്ത് മനുഷ്യർക്കൊപ്പം, മനുഷ്യനെ കൊല്ലുന്നവർക്കൊപ്പം, അതാ ഞാൻ പറഞ്ഞു ഗുണ്ടകൾക്കൊപ്പം. ഗുണ്ടായിസം അതിന്റെ ഫുൾ തെളിവ് ഇതിപ്പോ ഇവരത് മാത്രമല്ല, അബ്ദുൽ ഹക്കീം അസ്ഹരി മുതൽ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകി ഊരുവിലക്കിനും മറ്റുമായി ആളുകളോട് പറയുന്നതും എല്ലാ സംഭവങ്ങളും വീഡിയോ ഓഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ സാമ്പിളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് മാത്രമല്ല, കൊടുക്കേണ്ടിടത്തൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാലോ, നിയമപാലകരടക്കം. നിങ്ങളെ കള്ളിയൊന്ന ആളുകൾ ഇത് മാത്രമല്ല, കൊടുക്കാൻ തന്നെ വിചാരം. നിങ്ങൾക്ക് അങ്ങനെ ഭൗതികമായി തന്നെ നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അനക്ക് AP ഉസ്താദിന്റെ അല്ല, പേരോട് ഉസ്താദിന്റെ അല്ല, AP വിഭാഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു പൂട പറിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. എവിടെ സ്റ്റേജ് കെട്ടിയിട്ട് എവിടെ പ്രസംഗിച്ച് എന്ത് കാട്ടി നടന്നാലും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, പുറത്തു വിടറോ, തെളിവിച്ച് പുറത്ത് വിട്. എന്നിട്ട് ആരെങ്കിലും അകത്താക്കാൻ പറ്റുമോ നോക്ക്. ഏതായാലും എൻ്റെ പണിയൊക്കെ നടക്കട്ടെ. നമുക്ക് എവിടെ എത്തണോ അവിടെ വെച്ച് കാണാതായാലും ഇൻഷാ അല്ലാഹ്.